ഞാൻ പഠിച്ച സ്കൂളില് ഒരു കൊച്ച് പാവം അച്ഛൻ വിട്ടിട്ട് പോയി, അമ്മ സിംഗിൾ പാരന്റ് ആണ് നോക്കുന്നത്. ഒരു നേരം ഫുഡ് കാണത്തില്ല. 2 ദിവസത്തിന് മുമ്പുള്ള കഞ്ഞി കൊണ്ടുവരും. കൊണ്ടുവന്ന ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം ഒരു സ്മെല്ല് വരത്തില്ലേ, ലൈക്ക് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പം ആ കൊച്ച് ഓപ്പൺ ചെയ്യുമ്പം ഈ പിള്ളേരൊക്കെ പോകും. ലൈക്ക് അത് കാണുമ്പം നമുക്ക് നാളെ അതൊരു സിറ്റുവേഷൻ വരാം. അത് കാണും ഒരു സങ്കടം. ഞാൻ വന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ അമ്മയുടെ അടുത്ത് പറഞ്ഞ് പിറ്റേന്ന് ഫുഡ് കൊണ്ടുപോകും. ബിക്കോസ് അത് എനിക്ക് ഉണ്ടെന്ന് കാണിക്കാനല്ല, ലൈക്ക് എന്റെ ഒരു എന്താ പറയാ, നമ്മളെ മുമ്പേ ഒരു കൊച്ച്, നമുക്ക് നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും ആ കൊച്ച് അനുഭവിക്കുന്നത്. നമുക്ക് ഒരു നേരം ആഹാരം തരാൻ ആരും കാണത്തില്ല. സോ കൊച്ചിന് ഒരു നേരം ആഹാരം കൊടുത്താൽ നമുക്ക് അതിനുള്ള ദൈവം തരും. ഐ എം നോട്ട് എക്സ്പെക്ടിങ്, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നാലും ഒരു നേരം ആഹാരം കൊടുക്കണം, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലൈക്ക് ഫീസ് കെട്ടാതിരിക്കുന്ന പിള്ളേർക്ക് ഞാൻ ഫീസ് കെട്ടിയിട്ടുമുണ്ട്. സോ അതിന് എന്നെ പോലെ ആരെങ്കിലും ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു കാണിക്കാനും ഞാൻ അതിനും ഞാൻ വരുന്നില്ല. ബിക്കോസ് ഇതൊക്കെ നീ ചെയ്തിട്ട് പറഞ്ഞു കാണിക്കുന്നു എന്ന് ചോദിക്കും. സോ എന്തിനാണ് പീപ്പിൾസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഓക്കെ, ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടില്ല, അങ്കിളുടെ കൺസെപ്റ്റിനകത്ത് എന്താണ് വർഷിപ്പ്? ക്വസ്റ്റ്യൻ ഇല്ല. ദിസ് ഈസ് ദ റിയൽ വർഷിപ്പ്. എന്താ റിയൽ വർഷിപ്പ്? ജീസസ് ഒരിക്കൽ പഠിപ്പിച്ചെങ്ങനെയാണ്, എൻ്റെ പേരിൽ, എൻ്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പേരിലെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ പച്ചവെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് ജീസസിൻ്റെ ടീച്ചിങ്. അപ്പോൾ എന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ രോഗിയായി കിടന്നു, നിങ്ങൾ കാണാൻ വന്നത് എന്നെയാണ് കാണാൻ വന്നത്, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ ആഹാരം തന്നപ്പോൾ എനിക്കാണ് ആഹാരം തന്നത്, ഞാൻ നഗ്നനായിരുന്നു, ഡ്രസ്സില്ലായിരുന്നു, അപ്പം നിങ്ങൾ ഉടുപ്പിച്ചത് എന്നെയാണ്. സോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആർക്ക് ചെയ്തതിന് തുല്യമാണ്. അതാണ് ശരിക്കുള്ള വർഷം. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, പള്ളിയിൽ ചില ആൾക്കാർ കൊണ്ടുവന്ന് വഴിപാടുകൾ കൊടുക്കും, ചിലപ്പോൾ പള്ളിപ്പണിക്ക് ലക്ഷങ്ങൾ കൊടുക്കും, കോടികൾ കൊടുക്കും, ചില അമ്പലത്തിൽ പോയിട്ട് തുലാഭാരം നടത്തും, കിലോ കണക്കിന് സ്വർണം കൊടുക്കും. ചില കണ്ടിട്ടില്ല, 2 തട്ട് വെച്ചിട്ട് ഒരു തട്ടിൽ ഒരാളിരുന്നിട്ട് മറ്റേ തട്ടിൽ നമുക്ക് ചിലപ്പോൾ സ്വർണം വെച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രികൾച്ചർ സാധനങ്ങൾ വെച്ച് തൂക്കി കൊടുക്കും. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനോ ഒരു പള്ളിക്കോ ഒരു മോസ്കിനോ കൊണ്ടുപോയി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയല്ല ദൈവത്തിന് കൊടുക്കുന്ന കാര്യം. മറിച്ച് നല്ല ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിനകത്ത് 100 തട്ട സ്വർണം കൊടുക്കുന്നതിനേക്കാളും ദൈവത്തിന് മുമ്പിൽ വിലയുണ്ട്. സോ ഇങ്ങനെ മൂല്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷെ ഇന്ന് മതം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു അല്ലേ? എന്തായിരുന്നു കാര്യം? ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവമായിരുന്നു. അപ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി റോഡ് ഇട്ടേക്കുന്നത് അല്ലേ, അവർക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി ഇട്ടേക്കുന്നത്. അത് അവർ കൈയടക്കിയിട്ട് അവരുടെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട് റോഡ് അവർ കൈയേറി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി. എന്തോരം പ്രശ്നങ്ങളായിരുന്നു, എന്തോരം വാഹനങ്ങളല്ലേ ക്യൂ ആയിട്ട് നീണ്ടു കിടന്ന്. നമ്മളിവിടെ ഒരു കിലോമീറ്റർ താണ്ടി നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്തു? നിയർലി മോർ ദാൻ ഹാഫ് ആൻ അവർ, 45 മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ പെട്രോൾ നഷ്ടം, സമയനഷ്ടം അല്ലേ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ കാണിക്കുന്നത് ശരിക്കും അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ശരിക്കും അതിനെന്ത് പറയാം, വിട്ടിത്തോന്ന് പറയാം അല്ലേ? അത് ക്ഷേത്രമാണെങ്കിലും ശരി തന്നെ, പള്ളിയാണെങ്കിലും ശരി തന്നെ. ഇതിപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ ഇരുന്ന് കേൾക്കുമ്പോഴത്തേക്ക് പല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്, ക്ഷേത്രത്തിലെ പാട്ട് കേൾക്കുന്നുണ്ട്, പള്ളിയിലെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് എന്തൊക്കെപ്പോഴാണ് പരീക്ഷ തുടങ്ങുന്നത്? മാർച്ച് 3. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം വരുന്ന എപ്പോഴാണ്? ഈ മാർച്ച് മാസങ്ങളിൽ. പഠിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് നല്ല ഉച്ചത്തിൽ അവരിങ്ങനെ പാട്ടുണ്ട് അല്ലേ? അതും കേട്ടാൽ നല്ല മനോഹരമായ ഗാനങ്ങളാണെങ്കിൽ പിന്നെയും സഹിക്കാം. ഇതെന്തോ കേൾക്കുന്നേ? അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ കൊളാമ്പി വഴി എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ബന്ധുക്കോസ് പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അന്യഭാഷ ആൾക്കാർക്ക് അരോചകം ഉണ്ടാകുന്ന രീതിയിൽ മൈക്കിൽ കൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സോ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം പറ്റത്തില്ല, പ്രായമായിട്ടുള്ള വ്യക്തികൾ ചില തലവേദനയോ വയ്യാണ്ടൊക്കെ വീട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ശബ്ദം ഉണ്ടാകും, ഒരു വലിയൊരു അരോചകമാകും. സോ ഇങ്ങനെയുള്ള മതത്തിൻ്റെ അതിപ്രസരമല്ല വേണ്ടത്. ദൈവത്തിന് ചെയ്യുന്നു എന്ന് പറയുന്ന ആർക്ക് ചെയ്യുന്നതാണ്? പാവപ്പെട്ട വ്യക്തികൾക്ക് ചെയ്യുന്നത് അല്ലേ? ഇപ്പം നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, നിനക്ക് പിന്നെ ആഹാരം കഴിക്കാനുണ്ട്, പിന്നെ ബാക്കിയെല്ലാ സാഹചര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, പക്ഷെ നിനക്ക് എന്തോ കാര്യത്തിൽ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുക.
അപ്പം നിന്റെ വിഷമം കേൾക്കാനും നിന്നെ വന്നിരുന്ന് സംസാരിക്കാനും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് അമ്പലത്തിലോ പള്ളിയിലോ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലേ? അപ്പോൾ ഒരാൾ ഏത് രീതിയിലാണോ ആ രീതിയിൽ നമ്മൾ ആ ആളുമായിട്ട് എന്ത് ചെയ്യണം, ഇടപെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന വർഷിപ്പ് എന്ന് പറയുന്നത്.